ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിന് പങ്കെടുക്കാനുള്ള ടീമുകളിൽ നിന്നും ഒരു ടീം കൂടി പുറത്ത്. നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആവർത്തിച്ച് പറഞ്ഞ ഒരു സാധനമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫ്രാഞ്ചൈസികൾ നൽകേണ്ട പാർട്ടിസിപ്പേഷൻ ഫീസ് ഒരു ക്ലബ്ബ് ഇതുവരെയും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ക്ലബിന് വേണ്ടിയിട്ട് സമയം കൊടുക്കാൻ പോകും എന്നൊക്കെ. ആ ഒരു കാര്യത്തിൽ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. നീട്ടിക്കൊടുത്ത സമയപരിധിക്കുള്ളിലും ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് പുതുതായി പ്രവേശനം നേടിയ ഡയമണ്ട് ഹാർബർ എഫ്സിക്ക് തങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഫീസ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന സീസണിൽ അവരുണ്ടായിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ്. അപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിന് യോഗ്യത നേടിയിട്ട് പോലും ഡയമണ്ട് ഹാർബർ എഫ്സിക്ക് വരാൻ പോകുന്ന സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു ദുരന്ത യാഥാർത്ഥ്യമായിട്ട് അവശേഷിക്കുന്നുണ്ട്. വരാൻ പോകുന്ന സീസൺ 13 ടീമുകളുമായിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഡയമണ്ട് ഹാർബർ എഫ് സി ഏറെ പ്രതീക്ഷകളോടെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരും എന്നൊക്കെ കരുതിയിരുന്നത്. ഇത്തവണ അവർക്ക് കളിക്കാൻ പറ്റില്ല. കാരണം ഫ്രാഞ്ചൈസി ഫീസ്, അതായത് പാർട്ടിസിപ്പേഷൻ ഫീസ് കൊടുത്തില്ലല്ലോ. പിന്നെ ക്ലബ്ബുകൾ അവരെ കളിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇനി എന്തെങ്കിലും ട്വിസ്റ്റോ തേങ്ങയോ മാങ്ങയോ ഒക്കെ ഉണ്ടെങ്കിൽ കാത്തിരുന്ന് കാണാം. വയ്യ പനി.